ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ് അല്ല. ലാലേട്ടൻ്റെ ഒരു ലേഡി ബോഡി ഗാർഡിൻ്റെ ആവശ്യമില്ല. ചില മാധ്യമങ്ങളിലും ചില ചാനലിലും തെറ്റായിട്ടുള്ളൊരു രീതിയിൽ വന്നു ഞാൻ ലാലേട്ടൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ് എന്നുള്ളൊരു രീതിയിൽ. ലേഡി ബോഡി ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പേഴ്സണൽ എന്ന് പറയുന്ന ഒരു വാക്ക് വരുമ്പോൾ അവിടെ അർത്ഥം മാറി. ലാലേട്ടനോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ലേഡി ബൗൺസറായിട്ട് നിൽക്കുമ്പോഴും ഫോട്ടോഗ്രാഫറായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കെയർ ചെയ്തുകൊണ്ട് എല്ലാവരോടും വളരെ സോഫ്റ്റായിട്ട് നമ്മളെ ഒരു വർക്കിന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വർക്കിന് ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു പ്രൊമോഷൻ വർക്കിന് പോയിട്ട് ഫോട്ടോഗ്രാഫറായ ഞാനും ബൗൺസറായിട്ടുള്ള ഒരാളും തമ്മിൽ ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായി. അങ്ങനെ ഒരു ഫൈറ്റിലൂടെ ബൗൺസറായി മാറുകയായിരുന്നു, അങ്ങനെയും പറയാം. ശരിക്കും ഈ ലേഡി ബൗൺസിങ് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് നമ്മളോട് ഉള്ളത് ഒരു ലേഡി ബൗൺസറാണ്, അനു കുഞ്ഞുമൻ. നമസ്കാരം. നമസ്കാരം. സോഷ്യൽ മീഡിയ ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ്. ലാലേട്ടൻ്റെ കൂടെ ഉള്ള ഒരു വീഡിയോ വന്ന് വൈറലാകുന്നു. ലേഡി ബോഡി ഗാർഡ്സ് അല്ലെങ്കിൽ ലേഡി ബൗൺസേഴ്സ്, ആ ഒരു പേരില്ലേ, ഹൗ ഡു യു ഫീൽ? ആദ്യം കേട്ടപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ തെറ്റായ കുറച്ച് എന്താ പറയുക, ചില മാധ്യമങ്ങളിലും ചില ചാനലിലും തെറ്റായിട്ടുള്ളൊരു രീതിയിൽ വന്നു ഞാൻ ലാലേട്ടൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. പല തമ്പുകളും പല ടൈറ്റിൽസും അങ്ങനെ തന്നെയായിരുന്നു, ലാലേട്ടൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ് അല്ല, നമ്മൾ ബൗൺസേഴ്സാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇവൻറ്റ്സുകളും കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഫിലിം പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഫസ്റ്റ് ടൈം അങ്ങനെ ആൾക്കാർ പറഞ്ഞ് കേട്ടപ്പോൾ ലാലേട്ടൻ്റെ പേരും കൂടെ ഉൾപ്പെടെ കേട്ട സമയത്ത് എന്തായിരുന്നു ഫീൽ ചെയ്തത്? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാരണം ലേഡി ബോഡി ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഞാൻ ചെയ്യുന്ന തൊഴിലാണ്, സന്തോഷമുള്ളൂ. പക്ഷെ അത് തെറ്റായ രീതിയിൽ, പ്രത്യേകിച്ച് സമൂഹത്തിൽ നല്ല വിലയുള്ള ഒരു വ്യക്തിയെ പറ്റി ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു ലേഡി ബോഡി ഗാർഡിൻ്റെ ആവശ്യമില്ല അല്ലേ. കേൾക്കുന്നവർ തന്നെ അത് വേറെ രീതിയിലേക്ക് ചിത്രീകരിക്കുള്ളൂ. അപ്പം എനിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂസ് തന്നെ പലയിടത്തും ഞാൻ തിരുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽസ് ഒക്കെ. പക്ഷെ അത് മീഡിയാസിനോട് ഒരു വെറുപ്പുണ്ടോ? കാരണം ബേസിക്കലി വയ്ക്കുമ്പോൾ പല കാര്യങ്ങളും വളച്ചൊടിച്ച് അവർക്ക് ഓട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ഇത് പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ചാനലിന് മാത്രം, അതായത് PTI എന്ന് പറയുന്ന ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിക്ക് മാത്രമേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ. അവർ ചെയ്ത വാർത്തയും കറക്റ്റായിരുന്നു. അവിടെ നിന്ന് കണ്ടന്റ് പോയിട്ട് പലയിടത്തും പല രീതിയിൽ വന്നു. അതിപ്പോൾ സ്വാഭാവികമല്ലേ, എല്ലാ വാർത്തകളും വളച്ചൊടിച്ച് തന്നെയല്ലേ വരുന്നത്, ഇല്ലേ? ഓരോ ചാനലിലേക്ക് പോകും തോറും അതിൽ വ്യത്യാസം വരും. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ എന്നെ വിളിക്കുന്ന എല്ലാവർക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കാൻ നിൽക്കുന്നത്. അത് ഒരു ക്ലാരിഫിക്കേഷൻ ആയി ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണ്ടന്റ്. കാരണം എല്ലായിടത്തും ക്ലിക്ക് ബൈറ്റ് വന്നേക്കുന്നത് ലാലേട്ടൻ്റെ പേഴ്സണൽ എന്നുള്ള വാക്ക്, കാരണം ബോഡി ഗാർഡ് എന്നുള്ളതാണ്. വാക്ക് വരും, പേഴ്സണൽ എന്ന് പറയുന്ന ഒരു വാക്ക് വരുമ്പോൾ അവിടെ അർത്ഥം മാറി. ലിറ്ററലി നമ്മളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മളങ്ങനെ ലേഡി ബൗൺസേഴ്സിന് അധികം അങ്ങനെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഇത് ചെയ്യാമെന്ന് തോന്നിയൊരു തോന്നൽ എന്തായിരുന്നു ശരിക്കും? ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. 13 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ള ഒരാളാണ്. വെഡിങ് ഉണ്ട്, ഫിലിം പ്രൊമോഷൻസ് ഉണ്ട്. രണ്ട് അറ്റമാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രിയേറ്റീവ്, അങ്ങനെ ബൗൺസർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ ഒരു പേടിയല്ലേ മനസ്സിൽ? ഞങ്ങൾക്കൊക്കെ പേടിയാ. എന്തിന്? ഞാൻ പറയട്ടെ, ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതാണ്. ഒരു പ്രൊമോഷൻ വർക്കിന് പോയിട്ട് ഫോട്ടോഗ്രാഫറായ ഞാനും ബൗൺസറായിട്ടുള്ള ഒരാളും തമ്മിൽ ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായി, ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായി. പിന്നെ അവരൊക്കെ ആയിട്ട് അതിന് ശേഷം കമ്പനിയായി. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജയവും തോൽവിയൊന്നും ഇല്ല. നമ്മൾ പറഞ്ഞ ഇത്രേ ചോദിച്ചുള്ളൂ. എല്ലായിടത്തും ലേഡീസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് വരുന്ന സ്ഥലത്ത് ഒരു ബൗൺസറെങ്കിലും ലേഡീസ് വേണ്ടേ? കാരണം ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നു. പിന്നെ അവരൊക്കെ ആയിട്ട് റെഗുലർലി നമ്മൾ ഓരോ പ്രോഗ്രാംസ് ചെയ്യാൻ പോകുമ്പോൾ ബൗൺസേഴ്സുമായിട്ട് പരിചയമായി. അങ്ങനെയാണ് ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഫൈറ്റിലൂടെ ബൗൺസറായി മാറുകയായിരുന്നു, അങ്ങനെയും പറയാം. ഒരു ഇഷ്ടം തോന്നി. കാരണം അവർ ചെയ്യുന്നതും, കാരണം നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴാണെങ്കിലും അവർ നല്ല സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നത് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു തരത്തിൽ ഇപ്പോൾ മീഡിയാസ് ആണെങ്കിലും ഒരു നല്ല എന്താ പറയുക, വിഷ്വൽ കിട്ടാൻ അല്ലെങ്കിൽ ഒരു വാർത്ത നല്ല രീതിയിൽ കവർ ചെയ്യാൻ നല്ല സ്ട്രെയിൻ ചെയ്യുന്നില്ലേ ഒരു ക്രൗഡിൻ്റെ അടുത്താവുമ്പോൾ? അതുപോലെ തന്നെയാണ് ബൗൺസേഴ്സും. അപ്പോൾ അവരവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ലാലേട്ടൻ എന്ന ഒരു വ്യക്തിയെ എന്ന് വെച്ചാൽ നമുക്കൊക്കെ അടുത്ത് കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് എല്ലാവർക്കും.
പലപ്പോഴും അത് സാധാരണക്കാർക്ക് അത് നടക്കാറില്ല, കാണാൻ ഒന്നും മിണ്ടാൻ പോലും പറ്റാറില്ല. ലാലേട്ടനൊപ്പം വർക്ക് ചെയ്യുക എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, ലാലേട്ടൻ എന്ന ഒരു എക്സ്പീരിയൻസ്? വേറെ എന്താ പറയുക, നമ്മൾ കൂടുതലും കെ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബൗൺസറായിട്ടും നമ്മൾ ഇവൻറ്റ് കോർഡിനേറ്ററുമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് കെ പ്രൊഡക്ഷൻസിൽ. അപ്പം അവിടെ വരുന്ന മിക്ക ആടുകളിലും വരുന്ന ഗസ്റ്റ് മാധവൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലാലേട്ടൻ അങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വർക്കെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഒത്തിരി വ്യക്തികളെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലാലേട്ടൻ്റെ കൂടെയുള്ള അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഫോട്ടോഗ്രാഫറായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. കുറച്ചും കൂടി അടുത്ത് ക്ലോസ് ആണ് ബൗൺസേഴ്സ്. അതും മൈൻഡിലുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. പോകാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ചും കൂടി ഇവരോട് ക്ലോസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സിനിമ ഒരു മോഹമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സിനിമ ഒരു മോഹമാണെന്ന് വെച്ചാൽ അഭിനയം 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് വിശേഷം എന്ന് പറയുന്ന മൂവിയിൽ ചെറിയൊരു വേഷം ചെയ്തു. അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സൂരജേട്ടൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു മൂവി ചെയ്തു, പൂരാടം പൂരട്ടാതി എന്ന് പറയുന്നത്. അത് ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ജൂൺ ജൂലൈയിൽ ഫോട്ടോഗ്രാഫറിൽ നിന്ന് ബൗൺസറിൽ നിന്നൊരു നായിക അല്ലേ? അങ്ങനെയല്ല, നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യാന്നുള്ളതല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഏജൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് ട്രൈ ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. കേരളത്തിൽ വേറെ ലേഡി ബൗൺസേഴ്സ് ഉണ്ടോ? ബൗൺസേഴ്സ് ഉണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ പബ്ബുകളിലേക്ക് ഒതുങ്ങി പോവാണ്. കാരണം റിക്വയർമെന്റ് വളരെ കുറവാണ് ബൗൺസേഴ്സിന്. ഇങ്ങനെ സെലിബ്രിറ്റി മാനേജ്മെന്റ് കാര്യങ്ങൾക്ക് ആദ്യത്തെ ലേഡി ബൗൺസർ ആണോ? ബൗൺസേഴ്സ് സെലിബ്രിറ്റീസ് വരുന്ന സമയത്ത് ഞങ്ങൾ 1-2 പേരേ ഉള്ളൂ പോകാനായിട്ട്. വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. പക്ഷെ പബ്ബുകളിൽ അത്യാവശ്യം ലേഡീസ് വരുന്നുണ്ട്. അത് പബ്ബുകളിൽ മാത്രം ഒതുങ്ങി പോകുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇവൻസിനാണെങ്കിലും പ്രൊമോഷൻ വർക്കുകളിലാണെങ്കിലും ലേഡീസിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വളരെ കുറവാണ്. അതിപ്പോൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സാധാരണ പറയുമ്പോൾ 1-2 പേരേ ഉള്ളെന്ന് പറഞ്ഞു നമ്മുടെ ഇങ്ങനത്തെ ബൗൺസിങ് കാര്യത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലേഡീസായിട്ട് ഇങ്ങനെ 2 പേരേ ഉള്ളെങ്കിൽ അതിന് ഒരുപാട് ഇഷ്യൂസ് വരാമല്ലോ. അത് ഫേസ് അങ്ങനത്തെ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും വരാറൊക്കെ ഉണ്ടോ? ഇഷ്യൂസൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. ലേഡീസ് അതായത് പബ്ബുകളിലൊക്കെയാണ് കൂടുതൽ ഇഷ്യൂസ് വരുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ബൗൺസിങ് ചെയ്യാൻ പോകുന്ന സമയത്ത് ടോട്ടലി നമുക്ക് അവിടെ കാണുന്ന എല്ലാം മെയിൽ ബൗൺസേഴ്സ് ആയിരിക്കും. അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവരുടെ സപ്പോർട്ടിങ് ആയിരുന്നു? അവരെന്തായിരുന്നു റിയാക്ഷൻ? ആദ്യമായിട്ട് ഞാൻ ബൗൺസിങ് വർക്കിന് പോയത് ഒരു പബ്ബിലാണ്. അവിടെ ആകെ കാക്കനാട് നോവോട്ടലിൽ അവിടെ ഉണ്ടായിരുന്ന മെയിൽ ബൗൺസേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് വർക്ക്, എല്ലാം നല്ല രീതിയിൽ നമ്മുടെ കൂടെ നിന്ന്. അത് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ പറയുന്ന ബൗൺസർ വർക്കിന് പോകുമ്പോൾ ഒരിക്കലും ഒരു നമ്മളെ മാറ്റി നിർത്തിയെന്ന ഒരു ഫീൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ അവരെന്താണ് എഫേർട്ട് ഇടുന്നത് അത്ര എത്താൻ പറ്റിയില്ലെങ്കിലും അവരുടെ ഒപ്പം നിൽക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ പുറമേന്ന് പല കമൻസും വരും. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞു, കമൻസ് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. നമുക്ക് എത്രത്തോളം ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യുന്നു. ലേഡി ബൗൺസേഴ്സ് ആയിക്കണം ക്രൗഡ്. ഈ ക്രൗഡിനെ ഒന്ന് മാറ്റി നിർത്തുക തന്നെ വലിയൊരു ഇതാണ്. അതായത് ഇവന്റുകൾക്കാണെങ്കിൽ ലേഡീസ് മാത്രമല്ല ബൗൺസേഴ്സ്, ജെൻസും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഈ ഒരു ക്രൗഡ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് പക്ഷേ അത് അന്നേരം ശരിക്കും പറഞ്ഞാൽ പേടി തോന്നാറുണ്ടോ? കാരണം ഇത്രയും ക്രൗഡ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ, കാരണം നമ്മുടെ കൂടെ ഉള്ള സെലിബ്രിറ്റീസിനെ ഹാൻഡിൽ ചെയ്യണം, ടെൻഷൻ ഉണ്ടാവാറുണ്ട്. കാരണം അവർ വന്ന് പോകുന്നവരെയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ഒരു ഇഷ്യൂ വരാൻ അവരെ സേഫായിട്ട് റിട്ടേൺ വിടുക എന്നുള്ള ഒരു ഇതുണ്ട്. ആ ഒരു സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. പിന്നെ ചില പബ്ലിക് പ്ലേസിൽ, പ്രത്യേകിച്ച് ലുലു പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ക്രൗഡ് നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രൗഡായിരിക്കും. അതൊക്കെ കൂടുതലും ബോയ്സ് ആയിരിക്കും. ലേഡീസ് വളരെ ചുരുക്കം. അത്രയും ഇതായിട്ടുള്ള ഫീമെയിൽ ആക്ട്രസ് വരുന്ന സമയത്ത് മാത്രം ലേഡി ബൗൺസേഴ്സ് വരും. ലേഡീസിനെ കൊണ്ട് തന്നെ ഒരിക്കലും നടക്കില്ല. ജെൻസ് നിന്നിട്ട് നടക്കില്ല. ചില സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ അവർ അവിടെ നിന്ന് മായിച്ചോണ്ട് അല്ലേ. അത് പിന്നെ എന്താ പറയാ, പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് ഈ പറയുന്ന പോലെ മെയിനായിട്ടുള്ള ആൾക്കാരെ നമ്മൾ റിട്ടേൺ കൊണ്ടുപോകും. അങ്ങനെ കുറച്ച് കഴിയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിക്കും എടുക്കാൻ പറ്റില്ല. കാരണം
ആ ലുലുമാള് നിറച്ച ആൾക്കാരായിരിക്കും. അതിൻ്റെ ഇടയിൽ വളരെ ചുരുക്കം ബൗൺസേഴ്സ് ഉണ്ടാവുള്ളൂ. സൂപ്പർ നാച്ചുറൽ പവറൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സൂപ്പർ നാച്ചുറൽ പവർ ഇല്ലെന്ന് നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പക്ഷെ നമ്മൾ രണ്ടുപേരുടെ ഒരു ഇതായിരിക്കും, ഒരാൾ രണ്ടുപേരുടെ ഒരു ഇതിൽ പവറിൽ നിന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല. അതെ, ശരിക്കും സേഫ് ആണോ? ഇപ്പൊ ലേഡീസ് അധികം വന്നിട്ടില്ല, ഇനി വരാൻ ആഗ്രഹം ഉണ്ടാകാം ആൾക്കാർക്കൊക്കെ ഇങ്ങനെ. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടർ, നേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയർ, ഇപ്പൊ അതിനെ ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് എല്ലാ ഫീൽഡിലേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഇനി ഇങ്ങനെ വരുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും ഈ ലേഡി ബൗൺസിങ് സേഫ് ആണോ? സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഇല്ല നമുക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ആ ദിവസത്തെ സാലറി മാത്രമേ കിട്ടുന്നുള്ളൂ. അതേസമയം നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇതൊരു ജോബായിട്ട് ശരിക്കും ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നല്ലേ പോകുന്നത്? ഐ മീൻ നിങ്ങളുടെ ഒരു ബൗൺസേഴ്സിന്റെ കമ്പനിയിൽ നിന്നാണ്. അപ്പം മന്ത്ലി പെയ്ഡ് അല്ലേ, അല്ലാതെ അല്ല നമ്മുടെ വർക്കിനനുസരിച്ചിട്ടുള്ള ഒരു ഡെയിലി വർക്കില്ലല്ലോ. വർക്കിനനുസരിച്ച് ഇതൊക്കെ പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകാവുന്ന ജോലികൾ മാത്രമാണ്. ഫുൾ ടൈം ആയിട്ട് ഒരിക്കലും നമുക്കത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഒത്തിരി റിക്വയർമെന്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷം ഒത്തിരി ലേഡീസ് തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇതിന് എന്ത് ചെയ്യണം, എങ്ങനെ ഇതിലേക്ക് വരാൻ പറ്റും, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി ശരിക്കും എങ്ങനെയാണ് നമ്മളൊരു ലേഡി ബൗൺസർ ആകാൻ ആഗ്രഹമുള്ള, എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക? ഫിസിക്കൽ ഫിറ്റ്നസ് എന്തായാലും വേണം. കാരണം ഒരു ഇഷ്യൂ വന്ന, എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഒരാളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇത് വേണ്ടേ. അപ്പം നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് വേണം. ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് ആണ് എല്ലാം കൂടുതലും. ഇപ്പോൾ ഒത്തിരി ബോഡി ഉണ്ടായിട്ടും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർക്കം കൊണ്ട് പോകാൻ പറ്റില്ല. അത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ സ്പോട്ടിൽ നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഒരു പെട്ടെന്ന് സഡനായിട്ട് നമുക്കൊരു ആക്ഷൻ എടുക്കാനുള്ളൊരു മൈൻഡില്ലേ, അത് മെയിൻലി വേണ്ടതാണ്. ഏതെങ്കിലും പോയിന്റിൽ ഇപ്പം പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഏതെങ്കിലും പോയിന്റിൽ ഇത് വേണ്ട, ബോഡി ഗാർഡായിട്ട് പോകുന്നത് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതൊരു ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി എല്ലാവരുടെ ലൈഫിലും ഓരോ വിഷയങ്ങൾ ഫേസ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ എപ്പോഴും സേഫ് സോണിൽ നിൽക്കുന്ന ആൾക്കാരല്ല. ഒരു മിഡിൽ ക്ലാസ് ആളുകൾ എന്ന് പറയുന്നത് ആരും സേഫ് സോണിൽ നിൽക്കുന്ന ആൾക്കാരല്ല. ഒത്തിരി അധികം ഇഷ്യൂസ് ഒന്ന് മാറുമ്പോൾ മറ്റൊരു ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഫേസ് ചെയ്തല്ലേ നമ്മൾ ലൈഫിൽ പോകുന്നത്. അപ്പോൾ പിന്നെ ജോബിലൊരു ചെറിയ ഇഷ്യൂ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് വെക്കുക. എനിക്ക് ഈ ഇഷ്യൂൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ബ്ലാക്ക് കളർ ഡ്രസ്സ് വന്നത് എന്തായിരിക്കും? ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, ഫുൾ ടൈം ബ്ലാക്ക് അല്ലേ? അത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പുറത്തൊക്കെയാണ്, പുറം രാജ്യത്താണെങ്കിൽ എല്ലാവരും ഈ പറയുന്ന പോലെ ബ്ലാക്ക് ഇട്ടാണ് കണ്ടത്. അതെ, നമ്മളിപ്പോൾ യൂണിവേഴ്സലായിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കളർ ശരിക്കും പറഞ്ഞാൽ അതായിരിക്കും, നമുക്ക് കാണുമ്പോൾ ഒരു പേടി വരും. ബൗൺസേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനും ആദ്യം മുതൽ കണ്ടിരിക്കുന്ന ഒരു ഡ്രസ് കോഡ് അതാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വേറെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അത് തന്നെ യൂസ് ചെയ്തു. ഈ ഇങ്ങനെ ഇതിന് ബോഡി ഗാർഡായിട്ട് പോകണം എന്ന് പറയുന്ന സമയത്ത് വീട്ടിലെന്ത് പറഞ്ഞു? വീട്ടിൽ ഞാനൊരു സിംഗിൾ പാരൻ്റ് ആണ്, 2 കുട്ടികളുണ്ട്. വീട്ടിൽ എൻ്റെ ഇഷ്ടങ്ങളാണ് ഞാൻ ചെയ്യാറ്. സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട ജോലികൾ തിരഞ്ഞെടുക്കുന്നു. അത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും അത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അത് പ്രത്യേകിച്ച് ആരും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കമൻസ് ഒന്നും പറയാറില്ല. പിന്നെ ആദ്യമൊക്കെ ചോദിച്ചു എന്തിനാണ് ഈ രാത്രിയുള്ള ജോലിക്ക് പോകുന്നത് എന്നൊക്കെ ചോദ്യമൊക്കെ വരാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി വരവും പോക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഫോട്ടോഗ്രാഫിയിൽ നിൽക്കുന്ന സമയത്തും ഈവൻ ഒരു വെഡ്ഡിങ് വർക്ക് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ജോബ് പോലെ വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. ശരിയല്ലേ? ഇപ്പോൾ വെഡ്ഡിങ് ഈവ് ഉണ്ടാവും, ഫംഗ്ഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ 11 മണി. രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വലിയ ഡൗട്ട്, ഇപ്പം നമ്മളിങ്ങനെ ബോഡി ഗാർഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫ്, വർഷങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു ഫോട്ടോ എടുത്താലോ അല്ലെങ്കിൽ ആ ഒരു ചിന്ത പോവോ? അല്ലെങ്കിൽ അങ്ങനെയില്ല, അങ്ങനെ ഒരു ചിന്തയൊന്നും പോവില്ല. നമ്മൾ ആ സമയത്ത് എന്താണോ ചെയ്യുന്നത്, ബൗൺസർ ആണെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ വർക്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കാറ്. എന്നാലും ലാലേട്ടനൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻലി ലാലേട്ടന്റെ ബിഗ് ഫാനാണ്. ലാലേട്ടന്റെ ബിഗ് ഫാനാണ്. ചോദിക്കുന്നതിന് മുമ്പ് പറയാം, ഇപ്പൊ പടം ഇറങ്ങിയാലും ഫാൻ ഷോയ്ക്ക് തന്നെ പോയി കാണുന്ന ഒരാളാണ്. ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ മിങ്കിളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ? ലാലേട്ടനോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, പ്രൈഡ് മൊമെൻ്റ് ആയിട്ടും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെയാണത്.
പുള്ളിയുടെ ഒരു വേറെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഒരു മൊമെന്റ്സുകൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ? ലാലേട്ടൻ്റെ ഞാൻ പേഴ്സണലി കാണുന്ന സമയത്ത് തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു രീതി. നമ്മൾ ഭയങ്കര കേട്ടിട്ടുണ്ട് പുള്ളി ഭയങ്കര നമ്മളൊരു ലേഡി ബൗൺസറായിട്ട് നിൽക്കുമ്പോഴും ഫോട്ടോഗ്രാഫറായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലൊന്നുമല്ല, നമ്മളൊരു സാധാരണ അവരുടെ ഇവൻറ്റിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ എന്നിരുന്നാലും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അത്രയും എന്താ പറയുക കെയർ ചെയ്തുകൊണ്ട് എല്ലാവരോടും വളരെ സോഫ്റ്റായിട്ട് നമ്മളെ ഒരു വർക്കിന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വർക്കിന് ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ആ വീഡിയോ ഇറങ്ങിയോട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ അസൂയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും മെസ്സേജ് ഒക്കെ ഒരുപാട് അയച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ല, ഞാൻ ഓൾറെഡി ആ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു. അന്ന് ഒത്തിരി പേര് നമ്മളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇതിപ്പോൾ PTI എന്ന് പറയുന്ന ഏജൻസി രണ്ടാമത് ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ കുറച്ചും കൂടി, പ്രത്യേകിച്ച് എമ്പുരാനും കൂടി ഇറങ്ങിയ സമയത്ത്. എമ്പുരാൻ കണ്ടോ? പിന്നെ ഫസ്റ്റ് എന്താണ് അതിന്റെ ഒരു റിവ്യൂ? അത് പറയണോ? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൂസിഫർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക രാഷ്ട്രീയം ചൊവ്വയുള്ളൊരു മൂവിയാണ്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ പറയുന്ന എമ്പുരാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പടം കണ്ടതിൽ 100% ഞാൻ ഹാപ്പിയാണ് ആ പടം കണ്ടിട്ട്. അതിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഉണ്ട് അതിനകത്ത്. അതിൻ്റെ വിഷ്വൽ ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ആണെങ്കിലും എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയുന്ന പല എന്താ പറയുക പല തരത്തിലുള്ള മതസ്പർദ്ധ അത് ഇത് നമ്മളതൊരു സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ്. ഔട്ട്സൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാലേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്ന് പറയുന്നു. എമ്പുരാൻ എന്ന സിനിമയിൽ ലാലേട്ടന്റെ ഡ്യൂറേഷൻ വാസ് ലൂസിഫറിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരു 4-5 സീൻ, ചിലപ്പോൾ 4-5 ഡയലോഗ് നമുക്ക് പറയാൻ പറ്റും. അതിനോടുള്ള ഫീൽ എന്താണ്? എനിക്ക് ലാലേട്ടൻ നമ്മൾ ശരിക്കും പറഞ്ഞ ടിക്കറ്റ് എടുത്ത് എന്തിനാ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അതിലുപരി ആ 3 വർഷം ഇതിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ തേർഡ് പാർട്ടിനെ കുറിച്ച്. ഈ പാട്ടിൽ ലാലേട്ടൻ്റെ ഡ്യൂറേഷൻ അത്ര ഉള്ളെങ്കിൽ ആ കഥയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്രയും ഇത് കൊടുക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ഇപ്പം ഞാൻ സിനിമാമോഹിയാണ്, സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കഥയെ റെസ്പെക്റ്റ് ചെയ്യുക, ആ ഡയറക്ടറിൻ്റെ ബ്രില്യൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ലാലേട്ടൻ്റെ ഒരു ഷോട്ട് മാത്രമുള്ള മൂവീസ് ഉണ്ട്, അതിതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ സമറിൻ ബദലേഹം ഒക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ലൈക്ക് അത് ആ ഒരു പോർഷൻ തന്നെ പോർഷൻ ആയിരുന്നില്ലേ? അതെ, പക്ഷേ ഞാൻ പറയട്ടെ, അടുത്ത വേർഷൻ വരുന്നുണ്ട്, തേർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാലേ ഈ മൂവി കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ? അതെ, ഇപ്പോൾ ഇനി ആ ഷോർട്സ് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് കമൻസ് വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട്. ഇടയ്ക്ക് ചില കമൻസിൽ ലേഡി ഗുണ്ട അങ്ങനെ എങ്ങനെയാണ് കമൻസിനെ എങ്ങനെയാണ് എടുക്കുന്നത്? കമൻസ് ഞാൻ പറയട്ടെ, എൻ്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ട്രഗിൾ ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും എന്ത് സംഭവിച്ചാലും ഇതിനൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു മറ്റുള്ളവർ പറയുന്ന ഈ പറയുന്ന കമൻസ്, ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് പാഷനോട് കൂടി ചെയ്യുന്നു, അതുപോലെയല്ലേ ഈ പറയുന്ന കമൻ്റ് ഇടാൻ വേണ്ടി മാത്രമായിട്ടുള്ള കുറേ പേരുണ്ട്. അവർക്കത് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അതവർ ചെയ്തോട്ടെ, നമുക്ക് പ്രശ്നമില്ല. ഞാൻ അതിനെ ആ ഒരു രീതിയിലേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ അല്ലാതെ പോസിറ്റീവ് കമന്റ്സും ഉണ്ട്. അനു കുഞ്ഞുമോൻ സൂപ്പറ എന്നൊക്കെ പറഞ്ഞ കമന്റ്സുകൾ കാര്യങ്ങൾ തമ്പുകളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞേ, കമന്റുകളൊക്കെ ഒരു വഴിക്ക് വിടുന്നു. നല്ല കമന്റ്സ് ഇടുന്ന സന്തോഷമുണ്ട്, അല്ല ബാഡായിട്ട് ഇടുന്നവരോട് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു തരത്തിലുള്ള വിരോധവും ഇല്ല. അവർ എല്ലാം ഹാപ്പി, ഏതാണെങ്കിലും ഹാപ്പിയാണ്. ലൈഫ് അങ്ങനെയാണല്ലോ. ലൈക്ക് ചില സമയത്ത് നമുക്ക് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലാതെ ഇപ്പോൾ വരുന്ന ബാഡ് കമൻസ് കണ്ടിട്ട് അയ്യോ അങ്ങനെ എന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷവും പോവും. എന്തിനാ അതിൻ്റെ ആവശ്യമില്ല. എല്ലാം ഹാപ്പി ആയിട്ട് പോവുക, ഹാപ്പി ആയിട്ട് എടുക്കുക, എന്ത് സിറ്റുവേഷൻ വന്നാലും ഹാപ്പി ആയിട്ട് പോകും. അതിനിപ്പോൾ ജോലി തന്നെ പറയാലോ, നമുക്കൊരു ഫോട്ടോഗ്രാഫി ആയിരുന്നു, അത് സന്തോഷത്തോടെ ചെയ്തു. പിന്നെ ബൗൺസിങ്ങിലേക്ക് വന്നു, ഹാപ്പി. ഇപ്പോൾ 2 പടത്തിലെത്തുന്നു. ഇനി 2 പടം ചെയ്തു, മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് ജോലിയാണെങ്കിലും സന്തോഷത്തോടെ ചെയ്യാന്നുള്ളത് മാത്രം. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചെയ്യാം, അറിയത്തില്ലല്ലോ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും. സോ ഹാപ്പി ടു ഹിയർ. എന്ന് വെച്ചാൽ ഒരു ഡ്രീം ലൈഫ് ഒരു അടിപൊളിയാകട്ടെ. ഫോട്ടോഗ്രാഫി ബൗൺസിംഗ് സിനിമയിലേക്ക് വരുന്നു. ഇനി ഒരുപാട് സിനിമകളിൽ തന്നെ കാണാൻ കഴിയട്ടെ, ലാലേട്ടനൊപ്പം തന്നെ കാണാൻ കഴിയട്ടെ എന്ന്
ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.